ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ സ്റ്റെബിലിറ്റി ചാർട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ആ ചാർട്ട്, അതിന് ആംഗിൾസ് തന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് സ്റ്റെബിലിറ്റി നമ്പർ കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അല്ലേ. ഇനി അതിൽ തന്നെ 1-2 പോയിൻറ്റ്സും കൂടെ നമുക്ക് നോട്ട് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി ചാർട്ട് എന്താണ്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നമ്പർ എന്താണ്, എക്സ്പ്ലെയിൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോയിൻറ്റ്സും കൂടെ അതിൽ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ 6 പോയിൻറ്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് പോയിൻ്റ് നോക്കാം. ഇഫ് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഫ്രിക്ഷൻ, ഇതാ ഈ ഒരു പോയിൻ്റ്, Fi ഈസ് യൂണിറ്റി φm = 5. ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഫ്രിക്ഷൻ Fi എന്ന് പറയുന്നത് വാല്യൂ 1 ആണെങ്കിൽ എന്തായിരിക്കും? Fi = എന്താണ്? 5/5m എന്നാണ്. അങ്ങനെയാണെങ്കിൽ φm വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 5 ആയിരിക്കും. അത് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരെണ്ണം. സെക്കൻഡ് വൺ നോക്കാം. ഇഫ് ദ ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഷിയർ സ്ട്രെങ്ത് ഈസ് റിക്വയേർഡ്, Fs വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ചെയ്യുന്നത്? എ ട്രയൽ ആൻഡ് എറർ പ്രൊസീജിയർ ഈസ് അഡോപ്റ്റഡ്. അപ്പോൾ Fs വാല്യൂ കാണാനായിട്ട് ഡയറക്റ്റ് Fs വാല്യൂ അങ്ങോട്ട് കിട്ടുന്നില്ല. പകരം എന്താണ് ചെയ്യുന്നത്? ഒരു ട്രയൽ ആൻഡ് എറർ പ്രൊസീജിയറാണ് ചെയ്യുന്നത്. ആ ട്രയൽ ആൻഡ് എറർ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. വാല്യൂ ഓഫ് Fi ഈസ് അസ്യൂംഡ്. ഫസ്റ്റ് തന്നെ നമ്മൾ Fi വാല്യൂ നമുക്ക് വേണ്ട ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണോ ആ ഫാക്ടർ ഓഫ് സേഫ്റ്റി വാല്യൂ അസ്യൂം ചെയ്യും. അതിനുശേഷം നമുക്കൊരു സോയിലിൻ്റെ φm വാല്യൂ എത്രയാണെന്നുള്ളത് അറിയുന്നുണ്ടാവുമല്ലോ, ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ φm വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി ചാർട്ടിൽ നിന്ന് Fc വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കും. കാരണം സ്റ്റെബിലിറ്റി ചാർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെബിലിറ്റി നമ്പർ കാണാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷനിലുള്ളത് ഏതാണ്? Fc വാല്യൂ ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആ Fc വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ഒരു φm വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Fc വാല്യൂ എന്താണെന്നുള്ളത് നമ്മുടെ സ്റ്റെബിലിറ്റി ചാർട്ടിൽ നിന്ന് എടുക്കും. ഇനി ആ എടുത്ത Fc വാല്യൂ ഈക്വൽ ടു Fi വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. ആദ്യം നമ്മൾ അസ്യൂം ചെയ്ത Fi വാല്യൂവിന് Fc വാല്യൂ ഈക്വൽ ആണോ എന്ന് നോക്കും. ആണെങ്കിൽ ചെയ്തത് ശരിയായി. ഇനി അത് രണ്ടും ഈക്വൽ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? പുതിയൊരു Fi വാല്യൂ ചൂസ് ചെയ്യും. എന്നിട്ട് ആ പുതിയ Fi വാല്യൂവിന് ഇതേപോലെ എന്ത് ചെയ്യും? ആ ഒരു വാല്യൂ ഓഫ് φmന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Fc വാല്യൂ ചൂസ് ചെയ്യും. എന്നിട്ട് Fi വാല്യൂ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈ ഒരു പ്രൊസീജിയർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അങ്ങനെ അത് രണ്ട് ഈക്വൽ ആകുമ്പോഴാണ് നമ്മളത് അവസാനിപ്പിക്കുക. ഇനി അങ്ങനെ ഈക്വലായിട്ട് കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കർവ് നിന്ന് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ആ കർവാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാ ഈ ഒരു കർവ്. ഇത് ആക്ച്വലി ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് പറയുമ്പോൾ വരുന്നൊരു കർവാണ്. അത് ഇവിടെയും നമുക്ക് യൂസ് ചെയ്യാം. ഈ ഫ്രിക്ഷൻ സർക്കിളിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ സ്റ്റെബിലിറ്റി ചാർട്ടും സ്റ്റെബിലിറ്റി നമ്പറൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രാഫിനെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ Fi വാല്യൂവും വൈ ആക്സിസിൽ Fc വാല്യൂ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ കോമ്പിനേഷൻസ് കണ്ടുപിടിച്ചു അല്ലേ. ഒരു അസ്യൂംഡ് വാല്യൂ ഓഫ് Fyക്ക് കറസ്പോണ്ടിങ് Fc വാല്യൂ എന്നുള്ള പോലെ പല വാല്യൂസ് കണ്ടുപിടിച്ചു. അങ്ങനെയുള്ള വാല്യൂസാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് വന്നു? ഇതുപോലത്തെ ഒരു കർവ് വന്നു. ഇനി എന്ത് ചെയ്യാണ്? 45 ഡിഗ്രി ഹൊറിസോണ്ടലായിട്ട് 45 ഡിഗ്രി വരുന്ന പോലെ ഒരു ആംഗിൾ വരയ്ക്കുകയാണ്. അപ്പോൾ ആ ആംഗിൾ ഈ കർവിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ പോയിന്റിൽ എന്തായിരിക്കും? Fc വാല്യൂ വിൽ ബി ഈക്വൽ ടു Fi വാല്യൂ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അവിടുത്തെ Fi വാല്യൂ കണ്ടുപിടിക്കുന്നത്. Fi ആൻഡ് Fc വാല്യൂ എത്രയാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് നോക്കാം. ഫോർ എ സബ്മേർജ്ഡ് സ്ലോപ്പ് സ്റ്റെബിലിറ്റി നമ്പർ ഈസ് കമ്പ്യൂട്ടഡ് യൂസിങ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയ്റ്റ്. നമുക്കറിയാം സ്റ്റെബിലിറ്റി നമ്പറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. Sn = C/Fc × Γs എന്നാണ് ഇക്വേഷൻ. അതിൽ ഗാമ എന്ന് പറയുന്നത് എന്ത് വേണം എടുക്കാനായിട്ട്? സബ്മേർജ്ഡ് യൂണിറ്റ് വെയ്റ്റ് വേണം എടുക്കാനായിട്ട്. സബ്മേർജ്ഡ് സ്ലോപ്പ് ആണെങ്കിൽ സബ്മേർജ്ഡ് യൂണിറ്റ് വെയ്റ്റ് വേണം എടുക്കാനായിട്ട്. അതുപോലെ ദ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ഷുഡ് ഓൾസോ ബി യൂസ്ഡ് ഫോർ സബ്മേർജ്ഡ് കണ്ടീഷൻസ്. അവിടെ യൂസ് ചെയ്യുന്ന ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നതും Fi വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം? സബ്മേർജ്ഡ് കണ്ടീഷനിൽ വരുന്ന Fi വാല്യൂ എന്താണോ അത് വേണം എടുക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ? ഫോർ എ സഡൻ ഡ്രോ ഡൗൺ കേസ്. എന്താ സഡൻ ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ നിറയെ ഫ്ലഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് കരുതുക. ആ ഫ്ലഡഡ് ഏരിയയിൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യാണ്? ഈ വെള്ളം മുഴുവൻ ഏതെങ്കിലും രീതിയിൽ ഡ്രെയിൻ ചെയ്ത് പോവാണ്. വേണ്ട, വെറുതെ ഫ്ലഡ് ഉണ്ടാവും തന്നെ ആലോചിച്ചാൽ മതി. ഫ്ലഡ് ഉണ്ടാവുന്ന സമയത്ത് നല്ല റെയിനി സീസണിലൊക്കെ എന്തുണ്ടാവും? ഒരു ഏരിയ ഫുൾ
ഫ്ലഡ് ചെയ്തിട്ടാവും കിടക്കുന്നുണ്ടാവുക. പിന്നെ മഴ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ആ വെള്ളം പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ചെയ്ത് പോവുകയും ചെയ്യും. അങ്ങനെയുള്ള കേസിനെയാണ് എന്ത് പറയുന്നത്, സഡൻ ഡ്രോ ഡൗൺ കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എ സഡൻ ഡ്രോ ഡൗൺ കേസ് സ്റ്റെബിലിറ്റി നമ്പർ ഈസ് കമ്പ്യൂട്ടഡ് യൂസിങ് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ്. അപ്പോൾ അങ്ങനെ വെള്ളം പോയി കഴിഞ്ഞാലും അവിടുത്തെ ഗാമ വാല്യൂ എന്തായിട്ട് വേണം എടുക്കാൻ, സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ആയിട്ട് വേണം എടുക്കാൻ. കാരണം പെട്ടെന്ന് വെള്ളം പോകുന്നുണ്ടെങ്കിലും ആ സോയിൽ എങ്ങനെയായിരിക്കും, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സഡൻ ഡ്രോ ഡൗൺ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഗാമ വാല്യൂ എടുക്കേണ്ടത് എന്താണ്, ഗാമ സാച്ചുറേറ്റഡ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അതുപോലെ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ എടുക്കുന്ന സമയത്തും എന്ത് ചെയ്യണം, ഒരു വെയ്റ്റഡ് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷനാണ് എടുക്കേണ്ടത്. അതെങ്ങനെയാണ് ആ വെയ്റ്റഡ് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ എടുക്കുക എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുള്ളത്, tan phi w = ഇതാണ് ഇക്വേഷൻ, ഗാമ ഡാഷ് ബൈ ഗാമ സാച്ചുറേറ്റഡ് ഡിവൈഡഡ് ഇൻറ്റു 1/fi ഇൻറ്റു tan phi ഡാഷ്. അപ്പോൾ ഈ ടാൻ നമുക്ക് ചെറിയ ആംഗിൾസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ടാൻ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് വന്നു, ഗാമ ഡാഷ് ബൈ ഗാമ സാറ്റ് ഇൻറ്റു ഫൈ എം ഈക്വൽ ടു ഗാമ ഡാഷ് ബൈ ഗാമ സാറ്റ് ഇൻറ്റു ഫൈ ഡാഷ് ഡിവൈഡഡ് ബൈ എഫ് ഫൈ, അതായത് ആംഗിൾ ഓഫ് ഫാക്ടർ ഓഫ് സേഫ്റ്റി വിത്ത് റെസ്പെക്ട് ടു ഫ്രിക്ഷൻ. ഓക്കെ, ഇവിടെ ഫൈ ഡാഷ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. ഇനി ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് ഫോർ പ്യുവർലി ഫ്രിക്ഷണൽ സോയിൽസ്. പ്യുവർലി ഫ്രിക്ഷണൽ സോയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫൈ വാല്യൂ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, സി വാല്യൂ 0 ആയിരിക്കും അല്ലേ. അതാണ് എഴുതിയിട്ടുള്ള കൊഹിഷൻ ഇൻ്റർസെപ്റ്റ് ഈസ് 0. ആസ് ദ സ്റ്റെബിലിറ്റി നമ്പർ റെഡ്യൂസസ് ടു 0 സ്റ്റെബിലിറ്റി ചാർട്ട്സ് കനോട്ട് ബി യൂസ്ഡ് ഫോർ സച്ച് സോയിൽസ്. ഇപ്പോൾ നമ്മുടെ സ്റ്റെബിലിറ്റി നമ്പറിൻ്റെ ഇക്വേഷൻ എന്താ, C/Sn = C/Fc ഇൻറ്റു ഗാമ എച്ച്. അതിൽ എന്ത് വന്നു, ഫോർ പ്യുവർലി ഫ്രിക്ഷണൽ സോയിൽസ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക, സി വാല്യൂ 0 ആയി, അപ്പോൾ SN വാല്യൂ എന്തായി, 0 ആയി. അപ്പോൾ അങ്ങനെയുള്ള സോയിൽസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സ്റ്റെബിലിറ്റി ചാർട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താ, വാല്യൂസ് ഓഫ് ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റേഴ്സ്. ഏതൊക്കെയാണ് ഷിയർ സ്ട്രെങ്ത് പാരാമീറ്റർ, C and phi ഷുഡ് ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ ടെസ്റ്റ് കണ്ടക്റ്റഡ് ഇൻ ദ ലബോറട്ടറി സിമുലേറ്റിംഗ് ദ ഡ്രെയിനേജ് കണ്ടീഷൻസ് ഇൻ ദി ഫീൽഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എന്താ പറയുക, സ്റ്റെബിലിറ്റി നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 5C തുടങ്ങിയ വാല്യൂസൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ലാബിൽ വെച്ചിട്ട് ഒരു ഏത് സ്ലോപ്പാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, ആ ചെക്ക് ചെയ്യേണ്ട സ്ലോപ്പിൻ്റെ അവിടുന്ന് സോയിൽ കളക്ട് ചെയ്തിട്ട് ലാബിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ഷിയർ പാരാമീറ്റേഴ്സ് C and phi കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. എന്നിട്ട് ആ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി പ്രൊസീഡ് ചെയ്യുന്നത്, അതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൽ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഫോർ ചെക്കിംഗ് ദി സ്റ്റെബിലിറ്റി ഓഫ് എ സ്ലോപ്പ് ഓഫ് കൊഹിസീവ് സോയിൽസ് ജസ്റ്റ് ആഫ്റ്റർ ദി കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ട് ചെയ്ത ഉടനെ ഒരു സോയിലിൻ്റെ ഒരു സ്ലോപ്പിൻ്റെ സ്റ്റെബിലിറ്റിയാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഡ്രെയിനേജ് കണ്ടീഷൻസ് എങ്ങനെയായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്, അൺകൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് കണ്ടീഷൻസ് ആയിരിക്കണം. കാരണം എന്താ, സ്ലോപ്പ് കൺസ്ട്രക്ട് ചെയ്തിട്ടേ ഉള്ളൂ, അവിടെ അത്ര അധികം കൺസോളിഡേഷനോ അല്ലെങ്കിൽ ഡ്രെയിനേജോ ഒന്നും നടക്കാൻ ചാൻസ് ഇല്ല ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ കൺസ്ട്രക്ട് ചെയ്ത ഉടനെയുള്ള വാല്യൂസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അൺകൺസോളിഡേറ്റഡ് അൺഡ്രെയിൻഡ് ആയിട്ടുള്ള രീതിയിൽ വേണം ഈ ഷിയർ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. അതേപോലെ ഫോർ ലോങ് ടേം സ്റ്റെബിലിറ്റി ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ ഇതേ സോയിൽ സാമ്പിൾ എടുത്തിട്ട് എങ്ങനെ വേണം ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ, കൺസോളിഡേറ്റഡ് ഡ്രെയിൻഡ് കണ്ടീഷൻസ് ആർ റെലവൻറ്റ്. അങ്ങനെ കൺസോളിഡേറ്റഡ് ഡ്രെയിൻഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ വേണം ഈ C and phi വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അങ്ങനെ 6 പോയിൻറ്റ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സ്റ്റെബിലിറ്റി ചാർട്ട് ആൻഡ് സ്റ്റെബിലിറ്റി നമ്പർ റൈറ്റ് എ നോട്ട് ഓൺ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ സ്റ്റെബിലിറ്റി നമ്പർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ പ്രോബ്ലംസ് നമ്മൾ നാളെ എടുക്കുന്നുള്ളൂ, നിങ്ങൾക്കത് വല്ലാതെ തന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് ടോപ്പിക്സ് ആയിട്ടേ തരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വരെ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇതോടുകൂടി നമ്മൾ സ്റ്റെബിലിറ്റി ചാർട്ട് ആൻഡ് സ്റ്റെബിലിറ്റി നമ്പർ എന്നുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഒരു നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ 6 പോയിൻറ്റ്സും മറക്കാതെ അത് കൃത്യമായിട്ട് അതിൽ എഴുതണം. ഓക്കെ, ഇക്വേഷൻസ് പഠിക്കുക, ചാർട്ടിൻ്റെ റഫായിട്ടുള്ളൊരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് മാർക്ക് ചെയ്യാൻ അറിയണം. അതിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് വേറൊരു 2 പോയിൻറ്റ്സ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ 2 പോയിൻറ്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. ഓക്കെ.